ياسين والقرآن الحكيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇബ്നു തബ്ബാൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം രാത്രി ഒരുപാട് നേരം വായിച്ചിരുന്നു. സുദീർഘമായ നേരം വായനയിൽ മുഴുകിയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഉറക്കവും വിശ്രമവും ഒക്കെ നഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് സങ്കടം വന്നു. ഉമ്മ അദ്ദേഹത്തെ നേരത്തെ കിടന്നുറങ്ങാൻ ഉപദേശിച്ചു. ഉമ്മ നിർബന്ധിച്ചു. രാത്രി ഒരുപാട് സമയം വായിച്ചിരിക്കുന്നത് പറ്റൂല എന്ന് ഉമ്മ പറഞ്ഞു. ഇബ്നു തബ്ബാൻ റഹിമഹുല്ലാ എന്താ ചെയ്തതെന്നറിയും? ഇന്നത്തെ പോലെയുള്ള കരണ്ടും വെളിച്ചമൊന്നും അല്ലല്ലോ അന്നുള്ളത്. അവർ വിളക്കിൻ്റെ വെട്ടത്തിലാണ് പഠിച്ചിരുന്നത്. വലിയൊരു പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തിൻ്റെ താഴെ വിളക്ക് കത്തിച്ചു വെച്ചു. ഉമ്മ പോയി കിടന്നാൽ ആ പാത്രം മാറ്റിയിട്ട് ആ വെളിച്ചത്തിൽ ഇബ്നു തബ്ബാൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ വായന തുടർന്നു. സലഫുകളുടെ ജീവിതവും ചരിത്രവും വായിക്കുമ്പോൾ അറിവ് പഠിക്കാൻ അവർക്കുണ്ടായിരുന്ന അങ്ങേയറ്റത്തെ ആവേശവും താല്പര്യവും നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നന്നായിട്ട് പരിശ്രമിക്കണം, നല്ല താല്പര്യം വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു അറിവ് നൽകുക. അള്ളാഹു അറിവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തു യാസീനിൻ്റെ 30-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് പാരായണം ചെയ്യാം. നിങ്ങൾ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون. 30, 31, 32 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ഈ ആയത്തുകളുടെ അർത്ഥം നോക്കുക. യാ ഹസ്റതൻ അലൽ ഇബാദ്, ആ അടിയന്മാരുടെ മേലുള്ള കഷ്ടമേ. ഇബാദ് എന്ന് പറഞ്ഞാൽ അടിമകൾ എന്നാണ് അർത്ഥം. അബ്ദുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഇബാദ്. ഹസ്റത്തുൻ എന്ന് പറഞ്ഞാൽ കഷ്ടം, ഖേദം എന്നൊക്കെയാണ് അർത്ഥം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അൽ ഹസ്റത്തു എന്ന് പറഞ്ഞാൽ ഷിദ്ദത്തുൻ നദമി വത്തഅല്ലുമി വൽ ഹുസ്നി അലാ മാ മദാ. കഴിഞ്ഞുപോയ കാര്യത്തിലുള്ള അങ്ങേയറ്റത്തെ സങ്കടവും വേദനയും ദുഃഖവും ഖേദവും, അതിനാണ് ഹസ്റത്ത് എന്ന് പറയുക. ഇവിടെ യാ ഹസ്റതൻ അലൽ ഇബാദ്, ആ അടിയാന്മാരുടെ മേലുള്ള കഷ്ടമേ. അടിയാന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അസ്ഹാബുൽ ഖറിയക്കാരാണ്. മാ യഅതീഹിം, അവരിലേക്ക് വരുന്നില്ല. അത യഅതി എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം. മിർ റസൂലിൻ, ഒരു റസൂലും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു റസൂലും അവരുടെ അടുക്കലേക്ക് വരുന്നില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആ റസൂലിനെ അവർ പരിഹസിച്ചിട്ടല്ലാതെ, അവർ കളിയാക്കിയിട്ടല്ലാതെ. ഇസ്തഹ്സഅ യസ്തഹ്സിഉ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കളിയാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആയത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ആശയം പറയാം. ആ അടിയന്മാരുടെ മേലുള്ള കഷ്ടമേ, അവരുടെ അടുക്കൽ ഏതൊരു റസൂല് വന്നാലും ചെന്നാലും അവർ ആ റസൂലിനെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. അതല്ലാതെ ഒരു റസൂലും അവരുടെ അടുക്കൽ എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എത്ര ധിക്കാരികളും അഹങ്കാരികളുമാണ് ആ ജനത എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു അയച്ച റസൂലിനെയാണ് ഈ കളവാക്കുന്നതും പരിഹസിക്കുന്നതും. ഇവിടെ യാ ഹസ്റത്തൻ എന്നത് ആര് പറയുന്നതാണ് എന്നതിൽ പല അഭിപ്രായങ്ങൾ നമുക്ക് തഫ്സീറുകളിൽ കാണാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ 3 അഭിപ്രായങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒന്ന്, യാ ഹസ്റത്തൻ, അല്ലയോ കഷ്ടമേ എന്ന് പറയുന്നത് ആ കളവാക്കിയ മനുഷ്യന്മാർ തന്നെയാണ്. ആ കളവാക്കിയ
ആളുകൾ തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ കളവാക്കിയത് ഞങ്ങൾക്കുള്ള നാശമായിപ്പോയി, ഞങ്ങളുടെ കഷ്ടമായിപ്പോയി എന്ന് അവർ അതാലോചിച്ച് ഖേദം പറയുകയാണ്. അതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം അത്ബാഉർ റസൂൽ, അവരിലേക്ക് വന്ന റസൂലിനെ പിൻപറ്റിയ ആൾക്കാർ, ഞങ്ങൾ പിൻപറ്റി, അവരെ അനുസരണക്കേട് കാണിച്ചു, അവർ പരിഹസിച്ചു, അവരുടെ കഷ്ടം എന്ന് ആ റസൂലുമാരെ പിൻപറ്റിയ ആൾക്കാരാണ് പറയുന്നതെന്നാണ് മറ്റൊരു അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം അത് അള്ളാഹു തന്നെ അവരെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അവരുടെ കഷ്ടം, അവരാ റസൂലുമാരെ കളവാക്കിയത് കൊണ്ട് അവർക്ക് വന്നു ഭവിച്ച കഷ്ടം എന്ന് അള്ളാഹു തന്നെ നമുക്ക് അറിയിച്ചു തരികയാണ്. വല്ലാഹു ആലം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത് ഈ അവസാനം പറഞ്ഞ അഭിപ്രായമാണ് ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇവിടെ ഈ ജനത റസൂലിനെ കളവാക്കി എന്നാണ് പറയുന്നത്. ആരാണ് റസൂൽ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല തന്നെ പറയുകയാണ്, റസൂൽ എന്ന് പറഞ്ഞാൽ ഹുവ ബശറുൻ, അദ്ദേഹം മനുഷ്യനാണ്. ഊഹിയ ഇലൈഹി ബിശറഇൻ, അള്ളാഹു ഒരു മതനിയമത്തെ അദ്ദേഹത്തിന് വഹിയായിട്ട് നൽകിയിട്ടുണ്ടാകും. ആ ശറഅ്, അള്ളാഹു നൽകിയ വഹി എത്തിച്ചു കൊടുക്കാൻ, തബ്ലീഗ് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അവർക്കാണ് റസൂൽ എന്ന് പറയുക. ഇനി ഇതേപോലെ തന്നെ മലക്കുകളുടെ കൂട്ടത്തിലുള്ള റസൂലുമാർക്കും എന്ത് പറയലുണ്ട്? റസൂൽ എന്ന് പറയലുണ്ട്. ഖുർആനിൽ തന്നെ അത് അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു റസൂൽ എന്ന് വിളിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റിയിട്ട് പറഞ്ഞു. സൂറത്തു തക്വീറിലെ 19-20 ആയത്തുകളാണ്. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് റസൂൽ എന്ന് പറഞ്ഞിട്ടാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫവായിദുകൾ, മെസ്സേജുകൾ ശ്രദ്ധിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എണ്ണി പറയുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, നബിമാരെ കളവാക്കിയാൽ ഒരാൾക്കുണ്ടാകുന്ന അങ്ങേയറ്റത്തെ ഖേദവും സങ്കടവും വിഷമവും ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാരും നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് അനുസരിച്ചാൽ അതിൽ നമുക്ക് ഗുണമാണ് ഉണ്ടാവുക. നമ്മുടെ ദോഷവും നമ്മുടെ ഗുണവും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ അള്ളാഹുവിൻ്റെ വഹിയാണ് റസൂലുമാർ നമുക്ക് എത്തിച്ചേരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ അതിൽ അങ്ങേയറ്റത്തെ ഖേദവും സങ്കടവും ഒരാൾ അനുഭവിക്കേണ്ടി വരും. രണ്ടാമത്തൊരു മെസ്സേജ്, അള്ളാഹുവിൻ്റെ നീതിയെ ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. കാരണം അള്ളാഹു ഒരാളെയും വെറുതെ ശിക്ഷിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അദാബ് ഒരാൾക്ക് വെറുതെ ഉണ്ടാവുകയില്ല. അള്ളാഹു റസൂലുമാരെ അയച്ചു, സന്ദേശം കൊടുത്തു, അത് ധിക്കരിക്കുകയും കളവാക്കുകയും ആ റസൂലിനെ പരിഹസിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇവർ പിടിക്കപ്പെട്ടിട്ടുള്ളത്. മാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ എന്ന് അള്ളാഹു പറഞ്ഞു. തെറ്റു ചെയ്താലാണ് അള്ളാഹു ഒരാളെ ശിക്ഷിക്കുക, വെറുതെ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ നീതിയെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ മെസ്സേജ്, മൂന്നാമത്തൊരു ഫായിദ, റിസാലത്ത്. അള്ളാഹു റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അത് ഈ ജനതയിലേക്ക് മാത്രമല്ല, ഈ ഉമ്മത്തിലേക്ക് മാത്രമല്ല, മുൻകാല ജനങ്ങളിലേക്കും അള്ളാഹു റസൂലുമാരെ അയച്ചിട്ടുണ്ട് എന്നതിന് ഈ ആയത്ത് തെളിവാൻ. മാ യഅ്തീഹിം മിർ റസൂലിൻ, അവരിലേക്ക് ഒരു റസൂലും വന്നിട്ടില്ല ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആ റസൂലിനെ അവർ കളവാക്കിയിട്ടല്ലാതെ. അപ്പോൾ ആ ജനങ്ങളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റിസാലത്ത് എത്തിയിട്ടുണ്ട്, റിസാലത്തുമായിട്ട് റസൂലുമാർ വന്നിട്ടുണ്ട്. അടുത്തൊരു ഫായിദ, റസൂലുമാരെ പരിഹസിക്കുക എന്നത്, ഇസ്തിഹ്സാ ചെയ്യുക, കളിയാക്കുക എന്നത് കുഫ്റാൻ. ആ കുഫറിന് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുക എന്നത് നിർബന്ധമാണ്. ഇവിടെ അസ്ഹാബുൽ കറിയക്കാരെ ഒന്നടങ്കം അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞു. അവർ ചെയ്ത തെറ്റെന്താണ്? റസൂലുമാരെ കളവാക്കി ആ റസൂലുമാരെ പരിഹസിച്ചു. അപ്പോൾ നബിമാരെ പരിഹസിക്കുക, റസൂലുമാരെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാനുള്ള സംഗതിയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ശേഷം 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അലം യറൗ, അവർ കണ്ടിട്ടില്ലേ, കം അഹ്ലക്നാ, എത്രയാണ് നാം നശിപ്പിച്ചത്, ഖബ്ലഹും, അവർക്ക് മുമ്പ്. അഹ്ലക്ക യുഹ്ലിക്കു എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. അഹ്ലക്ന എന്ന് പറഞ്ഞാൽ നാം നശിപ്പിച്ചു. ഖബ്ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പ്. മിനൽ ഖുറൂനി, കർണുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഖുറൂൻ, തലമുറകൾ.
അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, ആ നശിപ്പിക്കപ്പെട്ട ആളുകളൊന്നും ഇവരിലേക്ക് തിരിച്ചു വരുന്നില്ല. റജഅ യർജിഉ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ് അർത്ഥം. ലാ യർജിഊൻ, അള്ളാഹു നശിപ്പിച്ച ആ ജനതയൊന്നും ഇവരിലേക്ക് മടങ്ങി വരുന്നില്ല, ഇത് അവർക്ക് കണ്ടുകൂടെ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ആയത്ത് കുഫാറുകളായ ധിക്കാരികളായ അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കുന്ന ആളുകൾക്കുള്ള ശക്തമായ താക്കീതാണ്, അവർക്കുള്ള കടുപ്പമേറിയ മുന്നറിയിപ്പാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജുകളൊന്ന് ശ്രദ്ധിക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല എണ്ണി പറയുന്ന ഫവായിദുകളിലേക്ക് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ കളവാക്കുകയും നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ മുൻപ് കഴിഞ്ഞു പോയ ആളുകളെ പറ്റിയിട്ട് ചിന്തിക്കണം. അതിൽ ഇവർക്ക് പഠിക്കാൻ ഒരുപാട് സംഗതികളുണ്ട്. അവരെന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു, അവർ എന്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെട്ടു, അത് ശേഷം വന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ്, അവർക്കുള്ള താക്കീതാണ്. അതൊന്നും ഗൗനിക്കാതെ ശ്രദ്ധിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. ആ മുന്നറിയിപ്പാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് തരുന്നത്. രണ്ടാമത്തൊരു സംഗതി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് അള്ളാഹു ഒരാളെ ഈ ഭൂമിയിലേക്ക് മടക്കി അയക്കുകയില്ല. ആയത്ത് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്ന നിലക്ക് അള്ളാഹു കാണിച്ച അത്ഭുതങ്ങൾ ഉണ്ടാകും. അതല്ലാതെ ഒരാൾ എന്ത് ചെയ്യൂല, ഈ ഭൂമിയിലേക്ക് അള്ളാഹു മടക്കി അയക്കുകയില്ല. മരിച്ചു കഴിഞ്ഞ ഒരാൾ പുനർജീവിപ്പിക്കപ്പെടുക ഖിയാമത്ത് നാളിലാണ്. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അത് ആയത്ത് എന്ന നിലക്ക് അള്ളാഹു കാണിച്ചു തന്നാൽ. ബനു ഇസ്രായേലുകാരായ ആളുകളെ അള്ളാഹു മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദജ്ജാൽ അവസാന കാലത്ത് വരുന്നതും ഒരാളെ കൊല്ലുന്നതും ആ ദജ്ജാൽ അവനെ വീണ്ടും ജീവിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ദജ്ജാലിൻ്റെ കഴിവല്ല, അള്ളാഹു പരീക്ഷണം എന്ന നിലക്ക് ഏർപ്പെടുത്തിയതാണ്. ദജ്ജാലിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാതെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഈസാ നബിക്കും ഇല്ല, ദജ്ജാലിനും ഇല്ല. കഴിവ് അള്ളാഹുവിൻ്റെതാണ്. ഇവരിലൂടെ അള്ളാഹു കാണിക്കുന്നു. അത് ഫിത്നയാണ്, ചിലത് മുഅ്ജിസത്താണ്. അത് ആയത്ത് എന്ന നിലക്ക് അള്ളാഹു കാണിച്ചു തരുന്നതാണ്. അതല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്തിന് മുമ്പ് അള്ളാഹു ഒരാളെ ജീവിപ്പിക്കുകയില്ല, ഈ ഭൂമിയിലേക്ക് മടക്കുകയില്ല. അവർ ബർസഖിലാണ് ഉണ്ടാവുക. അതാണ് അടിസ്ഥാനം. അതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവർ ഇവരിലേക്ക് മടങ്ങി വരുന്നില്ല. ശേഷം 32-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ, എല്ലാവരും മുഴുവൻ ആളുകളും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരല്ലാതെ ഇല്ല. കുല്ലുൻ എന്ന് പറഞ്ഞാൽ എല്ലാം, ജമീഉൻ മുഴുവൻ, കുല്ലുൻ ജമീഉൻ എന്നൊക്കെ പറഞ്ഞാൽ മുഴുവൻ, എല്ലാം എന്ന അർത്ഥമാണ്. ലദൈന നമ്മുടെ അടുക്കൽ, മുഹ്ദറൂൻ ഹാജരാക്കപ്പെടുന്നവരാണ്. ഹദറ എന്ന് പറഞ്ഞാൽ ഹാജറായി എന്നാണ് അർത്ഥം. ഹാദിർ അല്ലേ, നമ്മൾ പണ്ടൊക്കെ മദ്രസയിലൊക്കെ പോയിരുന്ന സമയത്ത് പ്രസൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കെ വിളിച്ചു പറയും ഹാദിർ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഹാജറാണ്, ആളിവിടെ ഹാദിറായിട്ടുണ്ട്, ഹാജറായിട്ടുണ്ട് എന്നാണ് അർത്ഥം. മുഹ്ദറുൻ എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. എല്ലാവരും, മുഴുവൻ ആളുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കവിതയുണ്ട്. വളരെ ചിന്തനീയമാണ് അതിലെ വരികൾ. വലൗ അന്ന ഇദാ മുത്നാ തുരിക്ന ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഒഴിവാക്കപ്പെടുമായിരുന്നുവെങ്കിൽ ആ മരണം എന്നത് എല്ലാവർക്കും ഒരു ആശ്വാസമാകുമായിരുന്നു. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും എല്ലാം അവസാനിപ്പിച്ച് തീർന്നു പോകാനുള്ള ഒരു ആശ്വാസമായിട്ട് ആ മരണം മാറുമായിരുന്നു. വലാകിന്ന ഇദാ മുത്നാ ബുഇസ്ന വനുസ്അലു ബഅദ ദാ അൻ കുല്ലി ഷൈഇൻ, പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും, നമ്മളോട് ചോദിക്കും നമ്മൾ ചെയ്ത ഓരോ കാര്യത്തെ പറ്റിയിട്ടും. അതില്ലായിരുന്നുവെങ്കിൽ മരണം റാഹത്താൻ, ആശ്വാസമാണ്. പക്ഷേ ആ കണക്ക് നമ്മൾ പറയേണ്ടി വരും, ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ, എല്ലാവരും, മുഴുവൻ ആളുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. അത് ശക്തമായ താക്കീതാണ്, മുന്നറിയിപ്പാണ്. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ പറയുന്ന ഒരു സംഗതിയുണ്ട്. മുമ്പ് നശിച്ചു പോയ ആരെങ്കിലും മടങ്ങി വന്നിട്ട് മരണശേഷം ഒന്നും സംഭവിക്കാനില്ലെന്ന് ഈ മരണത്തിന് ശേഷമുള്ള അവസ്ഥകളെ നിഷേധിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ
മരണത്തിന് ശേഷമുള്ള സംഗതികളെ നിഷേധിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ആരും ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ആരും അങ്ങനെ മടങ്ങി വരികയും ഇല്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നടങ്കം ഹാജരാക്കപ്പെടും. അവരോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്തിൽ നിന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്ന 3 ഫായിദകളുണ്ട്. 3 സംഗതികൾ നമ്മൾ ഓർത്തു വെക്കുക. ഒന്നാമത്തേത് ഇസ്ബാത്തുൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിനെ അള്ളാഹു സ്ഥിരപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതമുണ്ട്, അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വ ഇൻ കുല്ലു ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. അതാണ് ഒന്നാമത്തെ സംഗതി, ഈ ആയത്തിൽ നമുക്ക് കിട്ടേണ്ട ഒരു പാഠം. രണ്ടാമത്തെ കാര്യം കമാലു ഖുദ്റത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പരിപൂർണത. കാരണം മുഴുവൻ മനുഷ്യരെയും ഒരു സ്ഥലത്ത് ഒരിടത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. ലമ്മാ ജമീഉൽ ലദൈന, എല്ലാവരും മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പരിപൂർണതയെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റബ്ബിൻ്റെ കഴിവിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക. മൂന്നാമത്തെ സംഗതി എന്താണെന്നറിയോ? ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മുമ്പ് നമ്മൾ ഒരുങ്ങുക, നമ്മൾ തയ്യാറാവുക. കാരണം ഇതൊക്കെ വെറുതെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തണം, പാതേയങ്ങൾ ഒരുക്കണം എന്ന മുന്നറിയിപ്പാണ് അള്ളാഹു നമുക്ക് തരുന്നത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, 30, 31, 32 ആയത്തുകളാണ് സൂറത്തു യാസീനിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചത്. നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട വചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അള്ളാഹുവിൻ്റെ റസൂലുമാരെ കളവാക്കുകയും പരിഹസിക്കുകയും ചെയ്തവർക്കുള്ള പര്യവസാനം എന്തായിരിക്കും? അവർ തന്നെ ഖേദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നഷ്ടങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക, റസൂലുമാർ പഠിപ്പിച്ചു തന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കുക, അവരെ അനുസരിക്കുക. മുൻകാല ജനങ്ങളെ അള്ളാഹു നശിപ്പിച്ചത് നമുക്കുള്ള മുന്നറിയിപ്പും താക്കീതുമാണ്. അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മളെല്ലാവരും ചെന്ന് നിൽക്കേണ്ടി വരും. എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. അവിടെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.